അതാ അപ്പോ ഈ മൂക്കിന്റെ ഗുണം ഉസ്താദിന് വേണ്ട എന്ന് വിചാരിച്ചു ഒരാൾ മുത്താൻ വരുമ്പോ കൈ വലിക്കണമെന്നുണ്ടോ? അത് ഇസ്ലാമില്ല നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ എന്തായി ചെയ്യുന്നത്? അപ്പൊ ഉസ്താദിന് മറ്റുള്ളവരെ മൂക്കിന്റെ ഗുണമൊന്നും വേണ്ടല്ലേ? അപ്പൊ അവിടെ മൂക്കെന്ത് അവന്ന് ചങ്ങായിക്ക് ജലദോഷ? മൂക്കിന്റെ ഗുണം നല്ല ഗുണം കയറിട്ട മൂക്കിന്റെ ഗുണേ ജലദോഷവും കൂടി ഇതൊക്കെ വിശേഷമായി. അന്ന് മുത്തിന്റെ വശങ്ങളൊന്നും ഇങ്ങനെ കാണിക്കുകയും ചെയ്താൽ അപ്പൊ നന്നായിട്ട് കയറും, തലച്ചോറ്റിൽക്കും ബർക്കത്ത്. ഇനിതാ മൂപ്പര് നമ്മളെ വിനീതനും ഇപ്പൊ മൂക്കിന്റെ ബർക്കത്ത് വേണ്ട. വിനീതൻ ചെയ്തോളി ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ തോന്നി ഇനി അങ്ങനെയാണ് വേണ്ട. മൂപ്പരയാണ് കൈ, നിങ്ങൾ ആ ക്ലിപ്പിൽ കൈ ശ്രദ്ധിച്ചോ, കൈ ഇങ്ങനെ പിടിക്കണം കുറെ കഴിയുമ്പോൾ ആൾക്കാർ മുത്തുണ്ടാച്ചിട്ടേ. ഇങ്ങനെ ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത്. മുത്തായിക്കളില്ല ഒരു കയ്യൊക്കെ അല്ല മുത്തായിക്കള വലിയ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കട്ടെ, ഒരു സെക്കൻഡ്. അവിടെ നിങ്ങൾ വേറൊരു രംഗം കണ്ടോ? അവിടെ നിങ്ങൾ ഇത് പണ്ട് കാണിച്ച ക്ലിപ്പല്ല കേട്ടോ, വേറെ മൂപ്പരിനോട് എല്ലാ വരവിനും കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കുന്നത്, പുതിയതൊന്നും വേണല്ലോ. ആ ക്ലിപ്പല്ല ഇത്, പോക്കറ്റിൽ കിടാൻ പറഞ്ഞ ആ ക്ലിപ്പല്ല. മൂപ്പർ ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോൾ മൂപ്പർ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു അത് ഞാൻ സിറാജുലുദയിലുള്ളത് അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മോലിയന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മോലിയര് മൂപ്പരെ പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോണ്ട് പറഞ്ഞുതരാം, അതാ നോക്കണം. പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു വേണ്ട അപ്പെടുക്കും മോലിയര്, വിശ്വാസല്ലേ? നോക്കോളീൻ കണ്ടോ, ശ്രദ്ധിച്ചോളി. അത് പോക്കറ്റ് അടിച്ചു. എന്തിവിടെ വന്ന് പ്രസംഗിച്ചിട്ട് എന്താ എന്റെ പോക്കറ്റിൽ ഇരുന്നത്? അത് മുങ്ങലിവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല. വീണ അപ്പം പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളൂ. എന്നോട് പറയുന്നുണ്ട് സലഫി ഇത് കാണിക്കൽ തുടങ്ങിയതിന്റെ ശേഷം 2 ലക്ഷം ഉള്ളത് 3 ലക്ഷം അയക്കണേ, ഒരു 10 ലക്ഷം ആയിക്കോട്ടെ, കൂടട്ടെ, നിങ്ങളെ വരുമാനം കൂടട്ടെ, നിങ്ങളുടെ വരുമാനം ധാരാളമായി കൂടട്ടെ കേട്ടോ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഓരോ കാര്യത്തെ സംബന്ധിച്ചിട്ടും ഈ കാര്യം തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകൾ തന്നെ ക്ലിപ്പാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞല്ലോ. നീ കാണിക്കാത്ത പരാതിയൊന്നും വേണ്ട. എന്താണ് നിങ്ങൾ അതിൻ്റെ കാര്യം, എന്തേ സംഭവിച്ചത് എന്നൊക്കെ എൻ്റെ വിശദീകരണം അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായി. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞ് ഞാനിത് പോക്കറ്റിൽ കിടന്നത് എനിക്കൊന്നല്ല, മറ്റാൾക്ക് കൂടി തോന്നേണ്ടപ്പത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് ആ നോക്കി നിൽക്കലും, വീണ ഉടനെ ആ പോക്കറ്റ് അടിക്കലും, എത്ര വിദഗ്ധമായിട്ടാണ് പോക്കറ്റ് അടിക്കുന്നത്? ആ രംഗം ഒന്നും കൂടെ അങ്ങനെ കാണിച്ചാൽ അതൊന്നും നല്ലതാണ് കാണുന്നത്.